അങ്ങനെ ഗായ്സ് നമ്മുടെ തട്ടിക്കൂട്ട് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ഇതാ കല്യാണമൊക്കെ ഏകദേശം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഹിന്ദുസിന്റെ വെഡിങ് കൂടുന്നത്. അവിടെ സ്റ്റേജിൽ ഇതാ പൂജാരി കല്യാണത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് ആട്ടോ താല്പര്യമൊക്കെ ആയിട്ട് വരണേ. എന്തായാലും കല്യാണത്തിന്റെ ആംബിയൻസും അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നേ. ഏതോ കമന്റ് വെയിറ്റ് ചെയ്യുന്ന പോലെ കുറെ നേരം അവിടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നേ. തല വേദനിച്ചപ്പോൾ ഞാൻ പിന്നെ നോക്കല് നിർത്തിയേ. ആദ്യം തന്നെ നമ്മുടെ ചെക്കനെ സ്റ്റേജിലേക്ക് കയറ്റുന്ന സീനായിരുന്നേ. കുറച്ചു നേരമാണെങ്കിലും അങ്ങനെ നോക്കി നിന്നപ്പോൾ തന്നെ എത്ര ക്ഷീണം ഞങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കഥകളിൻ്റെ മോഹിനിയാട്ടത്തിൻ്റെ ഒക്കെ ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നതും പിന്നെ കല്യാണ പെണ്ണിൻ്റെ ചെക്കൻ്റെ ഒക്കെ അവസ്ഥ എന്തായിരിക്കും അല്ലേ, അത്ര നേരം ഇങ്ങനെ ഇരിക്കണ്ടേ. അങ്ങനെ പിന്നെ ഇതാ മോഹിനിയാട്ടം വന്നു. അതിന് പിന്നാലെ തന്നെ കഥകളിയും അതിൻ്റെ കൂടെയുള്ള ഒരാളും അങ്ങനെയൊക്കെ അവരെല്ലാം വന്നു. അങ്ങനെ നമ്മൾ മോഹിനിയാട്ടം കഥകളൊക്കെ അടിപൊളിയായിട്ട് ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് മുന്നിൽ കൂടെ അങ്ങനെ ഓരോരുത്തർ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരിനി എങ്ങോട്ടായിരിക്കും പോകുന്നത്? ഓ, സത്യ തീരുമെന്ന് ചോദിച്ചാൽ ഓടി പോയിരിക്കാൻ പോവായിരിക്കും അല്ലേ. സത്യൻ്റെ കാര്യം പറഞ്ഞപ്പോഴും അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ബോളി കൂട്ടിയൊരു സദ്യ കഴിക്കുന്നത്. ഈ ഏട്ടൻ എന്താ ഇടയ്ക്ക് ചെയ്യുന്നത്? പുലിയാട്ടം പാത്രക്ക്, മയിലാട്ടം പാത്രക്ക്, ഇതെന്താത്തം? അങ്ങനെ നീണ്ട നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ചെക്കൻ ഇതാ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് മണവാട്ടിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അതെ, നമ്മുടെ വധു വരുന്നോണ്ടിരിക്കുകയാണ്. അങ്ങനെ നീണ്ട നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ വധു ഇതാ സ്റ്റേജിലേക്ക് വരികയാണ് ഗൈസ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളം ഒരു കൊച്ചു സ്വർഗം തന്നെയാണല്ലേ. പല പല വിശ്വാസികൾക്കും അവരുടേതായിട്ടുള്ള ആചാരങ്ങളും ആഘോഷങ്ങളും ഇതെല്ലാം എല്ലാവർക്കും ആസ്വദിക്കാനുള്ള ഒരു ചാൻസ് കൂടിയല്ലേ കിട്ടുന്നത്. എത്ര പ്രശ്നങ്ങൾ നടക്കുമ്പോഴും ഇവിടെ ഒരു പ്രശ്നമില്ലാണ്ട് സമാധാനത്തോടെ നമുക്ക് ജീവിക്കാനെങ്കിലും പറ്റുന്നില്ലേ. എന്നാലും നമ്മൾ അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം. അങ്ങനെ താലിക്കെട്ടെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങിയെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾ അവിടെ നേരെ റിസപ്ഷനിലേക്കാണ് പോയത്. നമ്മുടെ അവിടെയൊക്കെ ചെക്കൻ്റെ വീട്ടിലേക്ക് പോകുന്നത് പുതുക്കെന്നാണേ പറയാ. അവിടെ പോയപ്പം ചെക്കനും പെണ്ണുമായിട്ടുള്ള കുറെ ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അതൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്ത് വേഗം നാട്ടിലേക്ക് തിരിച്ചേ. അപ്പോൾ അത്രേ ഉള്ളൂ, ബൈ.